ഹായ് ഡിയേഴ്സ്, ഇറ്റ്സ് മീ MS ഫ്രം MS സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസിൻ്റെ പ്രിയപ്പെട്ട SSLC വിദ്യാർത്ഥികളെ, ഗ്യാസ് ലോസ് ആൻഡ് മോൾ കോൺസെപ്റ്റ് എന്ന് പറയുന്ന വാതക നിയമങ്ങളും മോൾ സങ്കല്പനവും എന്ന് പറയുന്ന ചാപ്റ്ററിലെ വളരെ പ്രധാനപ്പെട്ട ഷുവർ ക്വസ്റ്റ്യൻസുമായിട്ടാണ് MS നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. നല്ല മഴ പെയ്യുന്നുണ്ട്, ഒന്നാമത്തെ കാര്യം. രണ്ട്, കറണ്ടില്ല. മൂന്നാമത്തത്, ഈ കണ്ടന്റ് നിങ്ങൾക്ക് ഇന്ന് തന്നേ പറ്റുള്ളൂ എന്നുള്ളത് നമ്മൾ ഉറപ്പിച്ചതാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഞാനിപ്പോൾ തരുന്നത് കേട്ടോ. ഓക്കെ, സോ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എക്സാമിന് ഏറ്റവും കൂടുതൽ വരാൻ ചാൻസ് ഉള്ള ചോദ്യങ്ങൾ ഞാൻ തപ്പുന്ന സമയത്ത് നിങ്ങൾക്ക് ലെവൽ 1 വേണം, ലെവൽ 2 വേണം, ലെവൽ 3 വേണം. ആ ടൈപ്പ് ചോദ്യങ്ങൾ ഞാൻ കാണുന്നത് നമ്മുടെ ലേറ്റസ്റ്റ് ആക്സസിൽ തന്നെയാണ്. ലേറ്റസ്റ്റ് ആക്സസിൽ അത്രയും ചോദ്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, പിന്നെ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഓരോ ചോദ്യങ്ങളും ചെയ്യുമ്പോൾ മനസ്സിലാവും കേട്ടോ. നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യുക. നിങ്ങളുടെ ലേറ്റസ്റ്റ് ആക്സസിലെ അതേ ചോദ്യങ്ങൾ തന്നെയാണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, കൺവേർട്ട് ദ യൂണിറ്റ്സ് ഓഫ് ദ ഗിവൺ ടെമ്പറേച്ചർ. താഴെ തന്നിരിക്കുന്ന ടെമ്പറേച്ചറുകളെ നിങ്ങൾ എന്ത് ചെയ്യുക, കെൽവിൻ സ്കെയിലിലേക്കോ അല്ലെങ്കിൽ ഡിഗ്രി സെൽഷ്യസിലേക്കോ കൺവേർട്ട് ചെയ്യുക. ആകെ ഒറ്റ പോയിന്റ് മാത്രം ആലോചിച്ചാൽ മതി. അതായത് ഡിഗ്രി സെൽഷ്യസിലുള്ള ഒരു ടെമ്പറേച്ചറിനെ കെൽവിൻ സ്കെയിലിലേക്ക് മാറ്റാൻ നിങ്ങൾ എന്ത് ചെയ്യണം, +273 ചെയ്യണം. +273 ചെയ്യണം. ശരിക്ക് 273.15 ആണ് ചെയ്യേണ്ടത്. പക്ഷേ 10ാം ക്ലാസ്സിൽ എന്ത് പറയുന്നുണ്ട് ടെക്സ്റ്റ് ബുക്ക്, നിങ്ങൾ 273 ചെയ്താൽ മതി. 0.15 നിങ്ങൾ 10ാം ക്ലാസ്സിൽ കളിക്കേണ്ടതില്ല. ദശാംശം ഡെസിമലുകൾ നിങ്ങൾ ഉപയോഗിക്കേണ്ട എന്ന് പറയുന്നുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് നോക്കുക, 0 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 273 കെൽവിനാണ്. 100 എന്ന് പറഞ്ഞാൽ 373 കെൽവിനാണ്. അങ്ങനെയാണെങ്കിൽ 30 എന്ന് പറഞ്ഞാൽ എത്ര കെൽവിനാണ്? 30 + 273 ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? 30നോട് 273 ചെയ്താൽ 303 കെൽവിന് കിട്ടും. ഇനി ഇപ്പുറത്ത് നോക്കിക്കേ, 300 കെൽവിൻ ഉണ്ട്, പക്ഷേ സെൽഷ്യസ് എത്ര എന്നറിയില്ല. അപ്പോൾ എന്ത് ചെയ്യുക, നേരെ തിരിച്ച് ചെയ്യുക. അതായത് 300 കെൽവിനിൽ നിന്ന് എന്ത് കുറയ്ക്കുക, 273 കെൽവിൻ കുറയ്ക്കുക. അപ്പോൾ കിട്ടുന്നൊരു വാല്യൂ ഇല്ലേ, അത് ഡിഗ്രി സെൽഷ്യസിലല്ലേ ഉണ്ടാവുക. യെസ്, അപ്പോൾ അത് എത്രയാണ് വാല്യൂ? 27 ആണ്. ഓക്കെ, ഇനി ഇപ്പുറത്ത് 40 കെൽവിൻ 40 ഡിഗ്രി സെൽഷ്യസ് തന്നിട്ടുണ്ട്. അപ്പോൾ അത് എത്ര കെൽവിൻ ആയിരിക്കും? നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ. 313 കിട്ടിയാൽ ഓക്കെ പറയാം. ഓക്കെ, ഇനി കംപ്ലീറ്റ് ദ ടേബിൾ. രണ്ടാമത്തെ ലേറ്റസ്റ്റ് ആക്സസ് പറയുന്നു കംപ്ലീറ്റ് ദ ടേബിൾ. എന്താ ടേബിൾ കംപ്ലീറ്റ് ചെയ്യാൻ പറയുന്നത് നോക്കിക്കേ. ദാ നിങ്ങൾക്ക് സബ്സ്റ്റാൻസസ് തന്നിട്ടുണ്ട്. ഹൈഡ്രജൻ മോളിക്യൂൾ, കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂൾ, NH3 മോളിക്യൂൾ. അതെന്താ സാറേ നിങ്ങൾ മോളിക്യൂൾ എന്ന് പറഞ്ഞത്? എടാ, H എന്ന് മാത്രമല്ല എഴുതിയത്, H2 എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറയുന്ന ഹൈഡ്രജൻ മോളിക്യൂൾ എന്നാണ് വായിക്കുക. ഹൈഡ്രജൻ മോളിക്യൂൾ. അപ്പോൾ തന്നെ അവിടെ എന്ത് ചോദിക്കുന്നുണ്ട്, മോളിക്കുലാർ മാസ് എത്രയെന്ന് ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാം ഹൈഡ്രജൻ 1 ഗ്രാമാണ്. ഹൈഡ്രജൻ്റെ അറ്റോമിക മാസ് ഒന്നാണെങ്കിൽ 2 ഹൈഡ്രജൻ ആകുമ്പോൾ 2 ഉണ്ടാവുക. ഇനി എൻ്റെ ചോദ്യം ചോദിക്കട്ടെ, ഇവിടെ സാറ് 2 എന്നാണോ എഴുതേണ്ടത് അല്ലെങ്കിൽ 2 ഗ്രാം എന്നാണോ എഴുതേണ്ടത്? നിങ്ങളോട് ഗ്രാം മോളിക്കുലാർ മാസ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ 2 ഗ്രാം എന്ന് പറയാം. വെറും മോളിക്കുലാർ മാസം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ 2 എന്ന് എഴുതിയാൽ മതി. നോട്ട് ദ പോയിന്റ്. ഓക്കെ, സോ അവിടെ എന്ത് ചെയ്യണം, 2 എന്ന് എഴുതുക. ഇനി അടുത്ത് നോക്കിക്കേ, കാർബൺ ഡൈ ഓക്സൈഡ് എത്രയാണ് മോളിക്കുലാർ മാസ്? കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത് കാർബൺ +2 ഓക്സിജൻ അല്ലേ ഉണ്ടാവുക. 1 കാർബൺ 12 ആണ്, 2 ഓക്സിജൻ 32 ആണ്. ടോട്ടൽ കൂട്ടിയാൽ 44 കിട്ടും. സോ ഇവിടെ നിങ്ങൾക്ക് 44 ആണ് ഇടേണ്ടത്. കളർ കോമ്പിനേഷൻ പ്രയാസം ഉണ്ടാവും. 44. ഇനി അമോണിയ, 1 നൈട്രജൻ 14, 3 ഹൈഡ്രജൻ, അപ്പോൾ 14 + 3 17 ഉണ്ടാകും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഗിവൺ മാസ് 10 ഗ്രാം ഹൈഡ്രജൻ ഇവിടെയുണ്ട്, 440 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, 340 ഗ്രാം അമോണിയ ഉണ്ട്. നിങ്ങളോട് ചോദിക്കുകയാണ് നമ്പർ ഓഫ് മോൾസ് എത്രയാണ്. നിങ്ങൾക്കറിയാം ഗ്രാമിൽ തന്നു കഴിഞ്ഞാൽ അതിനെ മോളിലേക്ക് മാറ്റാൻ ഒറ്റ പണിയുള്ളൂ. നിങ്ങൾ ഓൾറെഡി പഠിച്ചു വെച്ചിട്ടുണ്ടാവും. ഗിവൺ മോളിക്കുലാർ മാസ് ഡിവൈഡ് ബൈ ഗ്രാം മോളിക്കുലാർ മാസ്. ഗിവൺ മാസ് ഡിവൈഡ് ബൈ മോളിക്കുലാർ മാസ്. ഗിവൺ മാസ് ബൈ മോളിക്കുലാർ മാസ്. എന്താ ഇക്വേഷൻ എന്ന് പറയുന്നത്? ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ പിന്നെ മോളിക്കുലാർ മാസ്. ഗിവൺ മാസ് ഡിവൈഡ് ബൈ മോളിക്കുലാർ മാസ് ചെയ്താൽ മതി. സോ തന്നത് 10 ഗ്രാമാണ്. ഇതാ നോക്കിക്കേ, തന്നത് 10 ഗ്രാമാണ്. മോളിക്കുലാർ മാസ് 2 ആണെങ്കിൽ 10/2 എത്രയാ? 5. 440 തന്നിട്ടുണ്ട്. നമുക്കറിയാം 44 ആണ് മോളിക്കുലാർ മാസ്. സോ 440 ഡിവൈഡ് ബൈ 44 10. എന്ത് 10 മോൾ. 340 ഗ്രാം തന്നിട്ടുണ്ട്. 17 ആണ് നമ്മുടെ അമോണിയയുടെ മോളിക്കുലാർ മാസ്. സോ 340 ഡിവൈഡ് ബൈ 17 ചെയ്താൽ 20 മോൾ കിട്ടും. ഇനി നിങ്ങളോട് ചോദിക്കുകയാണ് വോളിയം അറ്റ് STP ചോദിച്ചിട്ടുണ്ട്. ഇവിടെ 112 ലിറ്റർ എന്ന് പറഞ്ഞു. വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മോള് നോക്കിക്കേ, തന്നിരിക്കുന്ന വോളിയം, അതായത് ഗിവൺ വോളിയം എന്താ അത്? യെസ്,
ഗിവൺ വോളിയം ഡിവൈഡ് ബൈ 22.4 ലിറ്റർ ചെയ്താലാണ് നിങ്ങൾക്ക് മോളിൻ്റെ വാല്യൂ കിട്ടുക. അങ്ങനെയാണെങ്കിൽ വോളിയം എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗിവൺ വോളിയം അവിടെ വെക്കുക. ഗിവൺ വോളിയം അവിടെ വെച്ച് കഴിഞ്ഞാൽ 22.4 ലിറ്റർ അങ്ങോട്ടേക്ക് പോകും. സോ ഡിവൈഡ് ബൈ ഈക്വലിന് അങ്ങോട്ട് പോയാൽ ഇൻറ്റു ആവും. സോ മോൾ ഇൻറ്റു 22.4 ലിറ്റർ ചെയ്താൽ കിട്ടുന്ന വാല്യൂ ആണെന്ത് ആ ഒരു പിന്നെ മോളിക്യൂൾ ഇപ്പം നിൽക്കുന്ന വോളിയം എന്ന് പറയുന്നത്. സോ ഇവിടെ നോക്കിക്കേ, ഇവിടെ നിങ്ങൾക്ക് 10 മോളിന് കിട്ടി. 10 മോളാണ് കാർബൺ ഡൈ ഓക്സൈഡ് ഉള്ളത് എന്ന് കിട്ടി. അപ്പോൾ അത് എത്ര വോളിയത്തിലുണ്ടാവുക? 10 × 22.4 ലിറ്റർ, അപ്പോൾ 224 ഉണ്ടാവും. ഇനി നിങ്ങൾക്കിവിടെ 20 മോളാണ് അമോണിയ എന്ന് കിട്ടി. അത് എത്ര വോളിയത്തിലുള്ളത്? 20 ഇൻറ്റു നോക്കിയാൽ 20 ഇൻറ്റു 22.4 ലിറ്റർ 448 ലിറ്റർ കിട്ടി. 448 ലിറ്റർ കിട്ടി. അപ്പോൾ ഇങ്ങനെയാണ് അതായത് നിങ്ങൾ പഠിച്ച ഇക്വേഷനെ ടേബിൾ ആക്കിക്കൊണ്ടുള്ള ചോദ്യങ്ങൾ എക്സാമിന് പ്രതീക്ഷിക്കാം. ഓക്കെ, ഞാൻ അധികം സമയം ഒഴിവാക്കുന്നില്ല, വേഗം അടുത്ത ക്വസ്റ്റിലേക്ക് കിടക്കട്ടോ. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് തന്നിരിക്കുന്നത് ഒരു ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷനാണ്. അമോണിയ ഉണ്ടാക്കുന്ന റിയാക്ഷൻ, ഇതിനെ ഹേബർ പ്രോസസ് എന്നാണ് പറയുക. നൈട്രജൻ, ഒരു നൈട്രജൻ 3 ഹൈഡ്രജനുമായി കൂടിച്ചേർന്ന് 2 അമോണിയ കിട്ടി. സാർ മനസ്സിലായില്ല? 1 മോൾ നൈട്രജൻ 3 മോൾ ഹൈഡ്രജനുമായി കൂടിച്ചേർന്ന് 2 മോൾ അമോണിയ കിട്ടി. അങ്ങനത്തെ കോയിഫിഷ്യൻ, ഇവിടെയുള്ള ഒരു കോയിഫിഷ്യൻ, 3 കോയിഫിഷ്യൻ, 2 കോയിഫിഷ്യൻ. ആ കോയിഫിഷ്യൻ എന്ന് പറയുന്നത് മോളിനെ സൂചിപ്പിക്കുന്നു. എന്തിനെ സൂചിപ്പിക്കുന്നു? മോളിനെ സൂചിപ്പിക്കുന്നു. ഹൗ മെനി മോൾസ് ഓഫ് ഹൈഡ്രജൻ ഈസ് റിക്വയർഡ് ഫോർ 10 മോൾസ് ഓഫ് നൈട്രജൻ ടു റിയാക്ട് കംപ്ലീറ്റ്ലി? മനസ്സിലായില്ല? അതായത് ഇവിടെ 10 മോൾ നൈട്രജൻ ഉണ്ടെങ്കിൽ എത്ര മോൾ ഹൈഡ്രജൻ വേണമെന്നാണ് ചോദ്യം. ഇവിടെ 10 മോൾ നൈട്രജൻ വേണമെങ്കിൽ എത്ര മോൾ ഹൈഡ്രജൻ വേണം? നോട്ട് ദ പോയിന്റ്. ഇവിടെ ഓൾറെഡി എന്തുണ്ട്? 1 മോൾ നൈട്രജന് 3 മോൾ ഹൈഡ്രജൻ വേണം. അതായത് 1 മോൾ നൈട്രജന് എത്ര മോൾ ഹൈഡ്രജൻ വേണം? 3 മോൾ ഹൈഡ്രജൻ വേണം. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ ഒന്നിന് പകരം നിങ്ങൾക്ക് ഇപ്പോൾ 10 മോൾ ഉണ്ട്. 10 മോളിന് പകരം 10 മോൾ തന്നാൽ നിങ്ങൾ നോക്കിക്കേ, ഒന്നെങ്ങനെ 10 ആയി? എടാ, ഈ ഒന്നെങ്ങനെ 10 ആയി? 1 × 10 അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ 3 എന്ത് ചെയ്യണം? 3 × 10 ചെയ്യണം. എത്ര ചെയ്യണം? 3 × 10, ദാറ്റ് ഈസ് ഈക്വൽ ടു 30 മോൾ H2. ദാറ്റ് മീൻസ് 1 മോൾ നൈട്രജന് 3 മോൾ ഹൈഡ്രജനാണ് വേണ്ടതെങ്കിൽ 10 മോൾ നൈട്രജന് 30 മോൾ ഹൈഡ്രജൻ വേണം. സോ ആൻസർ ഈസ് ഹൗ മെനി മോൾസ് ഓഫ് ഹൈഡ്രജൻ? എത്ര മോൾ വേണം? 30 മോള് വേണം. എത്ര സിമ്പിളായിട്ടാണ് MS നിങ്ങൾക്കത് സോൾവ് ചെയ്ത് തരുന്നത്. ഇത്ര ആണെങ്കിൽ അത്ര ആണെങ്കിൽ എത്ര. ഈ ചോദ്യങ്ങൾ എന്തായാലും എക്സാമിന് പ്രതീക്ഷിക്കാം. ഓക്കെ, അടുത്തത് വീണ്ടും ഒരു ചോദ്യം. എടാ നോക്കിക്കേ, അതായത് ഇവിടെ 1 മോൾ നൈട്രജന് 3 മോൾ ഹൈഡ്രജൻ വേണം. മാത്രമല്ല നിങ്ങൾക്ക് എത്ര മോൾ അമോണിയ കിട്ടും? 2 മോൾ അമോണിയ കിട്ടും. പക്ഷേ ഇപ്പം നിങ്ങൾ 10 മോൾ നൈട്രജൻ ക്വസ്റ്റ്യനിൽ തന്നു. അപ്പം എന്ത് വേണം? 10 മോൾ നൈട്രജൻ ആണെങ്കിൽ ഇവിടെ 3 × 10 ചെയ്യണം. 30 മോൾ ഹൈഡ്രജൻ വേണം. അങ്ങനെയാണെങ്കിൽ 10 മോൾ നൈട്രജൻ എടുത്തു, 30 മോൾ ഹൈഡ്രജൻ എടുത്താൽ എത്ര മോൾ അമോണിയ കിട്ടും? ഓൾറെഡി ഇവിടെ 2 ഉണ്ട്. ആ 2ന് എന്തുകൊണ്ട് ചെയ്താൽ മതി? × 10 ചെയ്താൽ മതി. അപ്പോൾ 2 × 10 എത്ര? 20 മോൾ അമോണിയ. 20 മോൾ അമോണിയ. ഓക്കെ അല്ലേ? യെസ്. ഇത് സാർ ഞാൻ സ്പീഡിൽ പറയുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും. ഈ ചാപ്റ്ററിൻ്റെ കംപ്ലീറ്റ് റിവിഷൻ വളരെ കൃത്യമായിട്ട് ഒരു യൂട്യൂബിൽ ലൈവ് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് കെമിസ്ട്രിയുടെ ലൈവായിരുന്നു, ഞാൻ തന്നെയാണ് ചെയ്തത്. 2 മണിക്കൂറുള്ള ലൈവാണ്. അത് നിങ്ങൾ ഇരുത്തി പഠിച്ചു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ചെയ്യുന്ന എല്ലാ ചോദ്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്നൊരു യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കുക. നോക്കിക്കേ, ഇതുണ്ടോ? ഇതിൻ്റെ ആൻസർ കീ ആട്ടോ, ഞാൻ അതാ നോക്കുന്നത്. ഓക്കെ, അടുത്തത് 448 ലിറ്റർ ഓഫ് എ ഗ്യാസ് സ്റ്റോർഡ് ഇൻ എ സിലിണ്ടർ ഓഫ് 0°C അറ്റ് 1 atm പ്രഷർ. ഹൗ മെനി മോൾസ് ഓഫ് മോളിക്യൂൾസ് ഡസ് ദിസ് ഗ്യാസ് കണ്ടെയ്ൻ? ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഹൗ മെനി മോൾസ് ഓഫ് മോളിക്യൂൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര എണ്ണം മോളിക്യൂൾ എന്നല്ല കാണാൻ പറഞ്ഞത്, എത്ര മോൾ എന്ന് അടങ്ങിയിരിക്കുന്നു. മോൾസ് ഓഫ് മോളിക്യൂൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ആരാണോ ഉള്ളത് അയാളെയാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. ഹൗ മെനി മോൾസ് എന്നാണ് ചോദിച്ചത്. ഇതൊക്കെ ഒഴിവാക്കുക. അപ്പോൾ ഹൗ മെനി മോൾസ് ഡസ് ദിസ് ഗ്യാസ് കണ്ടെയ്ൻ? എത്ര മോൾ ഉണ്ട്? എത്ര മോൾ കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. അതായത് തന്നിരിക്കുന്നത് ലിറ്ററാണ്. 448 ലിറ്റർ അങ്ങക്ക് തന്നത്. 448 ലിറ്റർ. അങ്ങനെ ലിറ്ററിൽ ഗിവൺ വോളിയം തന്നാൽ നിങ്ങൾക്കറിയാം ഡിവൈഡ് ബൈ 22.4 ലിറ്റർ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് എന്താണ്? മോളാണെന്ന് നിങ്ങൾക്കറിയാം. അത് കണ്ടുപിടിക്കുന്ന ഒരു ബോൾ, ഒരു മാജിക് ബോൾ നമ്മൾ ഓൾറെഡി കാണാതെ പഠിച്ചിട്ടുണ്ട്, പാട്ടുപാടി പഠിച്ചിട്ടുണ്ട്. ശരിയല്ലേ? സോ 448 ലിറ്റർ ഡിവൈഡ് ബൈ 22.4 ലിറ്റർ ചെയ്താൽ കിട്ടുന്ന വാല്യൂ ആണ് എന്ത്? 20 മോൾ.
20 മോൾ. അപ്പോൾ ആൻസർ ഈസ് 20 മോൾ. ഇനി അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻ ദിസ് സാമ്പിൾ? എടാ മോളിൻ്റെ എണ്ണം അറിയാമെങ്കിൽ മോളിക്യൂൾസ് എത്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ആ മോളിനെ ഇൻറ്റു അവഗാഡ്രോ നമ്പർ ചെയ്താൽ മതി. സോ ആൻസർ ഈസ് 20 ഇൻറ്റു, അതായത് മോൾ ഇൻറ്റു 6.022 ഇൻറ്റു 10⁻23 മോളിക്യൂൾസ്. ഓക്കെ, ഇനി ഇവിടെ തന്നെ വേറെ ചോദ്യം ചോദിക്കുക, എന്താ അറിയോ? ഇപ്പോൾ ഇവിടെ ഗ്യാസ് തന്നിട്ടില്ല, ഞാനിവിടെ ഗ്യാസിൻ്റെ സ്ഥാനത്ത് ഒരു NH3 എന്ന് കൊടുത്തു. NH3 ഇതാണ്, NH3 ഗ്യാസാണെന്ന് കൂട്ടിക്കോ. അടുത്ത ചോദ്യം എന്താണെന്നുണ്ടാവും അറിയോ? വാട്ട് ഈസ് ദ നമ്പർ ഓഫ് ആറ്റംസ്? ഒരു C ക്വസ്റ്റ്യൻ ഞാൻ കൊടുക്കുകയാണ്. വാട്ട് ഈസ് ദ നമ്പർ ഓഫ് ആറ്റംസ് ഇൻ ദിസ് മോളിക്യൂൾ? അതായത് ഓൾറെഡി നിങ്ങൾക്കറിയാം 20 മോളാണ് ഇവിടുത്തെ ആൻസർ. 20 മോൾ കണ്ടുപിടിച്ചു. ആ മോളിനെ അവഗാഡ്രോ നമ്പർ കൊണ്ട് ഗുണിച്ചാൽ എന്ത് കിട്ടും? മോളിക്യൂൾസിൻ്റെ എണ്ണം കിട്ടും. 20 ഇൻറ്റു അവഗാഡ്രോ നമ്പർ മോളിക്യൂൾസ്. പക്ഷേ ഇവിടെ ചോദിച്ചത്, ഞാനിട്ടൊരു ചോദ്യം, നമ്പർ ഓഫ് ആറ്റംസ് എത്ര ഉണ്ട് ഈ NH3ൻ്റെ ഉള്ളിൽ? അങ്ങനെ പറയുമ്പോൾ NH3 എന്ന് പറയുന്നത് ഒരു മോളിക്യൂൾ അല്ലേ? അപ്പോൾ ഈ 20 ഇൻറ്റു 6.022 ഇൻറ്റു 10⁻23 ഈ മോളിക്യൂൾ എന്നുള്ള വാക്കിനെ വെട്ടിയിട്ട് അവിടെ ആറ്റംസ് എന്നാക്കണമെങ്കിൽ ഇവിടെ ഒരു സംഖ്യ കൊണ്ട് ഗുണിക്കണം. ആ സംഖ്യയുടെ പേരാണ് അറ്റോമിസിറ്റി എന്ന് പറയും. ആറ്റോമികത എന്ന് പറഞ്ഞാൽ എന്തിനാ NH3 അല്ലേ ഇവിടെ വരുന്നത്? NH3യിൽ എത്ര ആറ്റംസ് ഉണ്ട്? ഒരു N ഉണ്ട്, 3 H ഉണ്ട്. ഒരു N ഉണ്ട്, ഒരു നൈട്രജൻ ഉണ്ട്, 3 നൈട്രജൻ ഉണ്ട്. അപ്പോൾ ടോട്ടൽ എത്ര ആറ്റംസ് ഉണ്ട്? 4 എണ്ണം. സോ എന്ത് ചെയ്യുക? 4 കൊണ്ട് ഗുണിച്ചാൽ മതി. 4 കൊണ്ട് ഗുണിച്ചാൽ ഈ മോളിക്യൂൾ മാറി അവിടെ ആറ്റംസ് എന്നാവും. സോ പരീക്ഷാ പേപ്പറിൽ നിങ്ങൾ ഉറപ്പിച്ചോളി, ആദ്യം മോൾസ് കണ്ടുപിടിക്കാൻ പറയും, പിന്നെ മോളിക്യൂൾസ് കണ്ടുപിടിക്കാൻ പറയും, പിന്നെ ആറ്റംസ് കണ്ടുപിടിക്കാൻ പറയും. ഇങ്ങനത്തെ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. 400 ലിറ്റർ ഓഫ് എ ഗ്യാസ് സ്റ്റോർഡ് ഇൻ എ സിലിണ്ടർ അറ്റ് 27 ഡിഗ്രി സെൽഷ്യസ്. പക്ഷെ അവിടെ ഒന്നും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കത്തൂല. അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. അപ്പോൾ അത് നിങ്ങളെ മനസ്സിലേക്ക് വരണം, മർദ്ദം സ്ഥിരമായിരിക്കുന്നു, പ്രഷർ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ഒരു നിയമം ഞാൻ കാണാതെ പഠിച്ചിട്ടുണ്ട്. എന്താ നിയമം? V1T2 = V2T1 അല്ലേ? ചാൾസ് ലോ എന്ന് പറയും. V1T2 = V2T1. അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രോബ്ലം ചെയ്യാനായിരിക്കും ചോദിക്കുക. അതാ V1 400 ലിറ്റർ അറ്റ് 27 ഡിഗ്രി സെൽഷ്യസ്. അതിനെ കെൽവിനിലേക്ക് മാറ്റിക്കൊള്ളി, ഒരു കുഴപ്പമില്ല. അപ്പോൾ എന്തായി? T1 തന്നിട്ടുണ്ട്. വാട്ട് വിൽ ബി ദ ടെമ്പറേച്ചർ? T2 ആണ് നിങ്ങളോട് കണ്ടുപിടിക്കാൻ പറയുന്നത്. ഇഫ് ദ വോളിയം ഓഫ് ദിസ് ഗ്യാസ് ഈസ് റെഡ്യൂസ്ഡ് ടു 200 ലിറ്റർ. വോളിയം എന്താക്കി? 200 ലിറ്ററിലേക്ക് കുറച്ചു. സോ V2 തന്നിട്ടുണ്ട്. അപ്പോൾ V1 തന്നു, V2 തന്നു, T1 തന്നു, T2 തന്നില്ല. ഈ പ്രോബ്ലത്തിൽ ഇട്ട് കൊടുത്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? T2 കണ്ടുപിടിക്കാൻ പറ്റും. അത് ഞാൻ അവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട് കേട്ടോ. എവിടെ? ഒരു കാര്യം ചെയ്യാം, ഞാൻ ചെയ്തുതരാം. ഇനിയിപ്പോൾ ഞാൻ ചെയ്തില്ല പറയാൻ നിൽക്കണ്ട കേട്ടോ. ഇതാ V1T2 = V2T1. നമുക്ക് എന്ത് ചെയ്യാം? ഓരോന്ന് കൊടുക്കാം. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് T2 ആണ്. സോ T2 T2 അവിടെ തന്നെ വെക്കുക, ബാക്കിയെല്ലാം കൂടി കൊണ്ടുവരിക. V2T1 / V1. സോ V2 എത്രയാണ്? V2 200 ആണ് സാർ. ഇൻറ്റു T1 എത്രയാണ്? 27 ആണ് തന്നത്. അതിന് കെൽവിനിലേക്ക് മാറ്റിയാൽ 27 + 273 ദാറ്റ് ഈസ് ഈക്വൽ ടു 300 / V1 എത്രയാണ്? 400. ഇത് ചെയ്താൽ കിട്ടുന്ന വാല്യൂ ആ കെൽവിനിലാണ് ഉണ്ടാവുക. അതെങ്ങനെയാണ് സാറേ ചെയ്യുക? സിമ്പിൾ 0 കട്ട്, ഈ 0 കട്ട് അല്ലേ? ഈ 4നെയും ഈ 20നെയും വെട്ട് ചെയ്താൽ 5 × 4 20, 5 × 3 15, 15 × 10 150 കെൽവിൻ. ആൻസർ ഈസ് 150 കെൽവിൻ. സാർ നിങ്ങൾ കട്ട് ചെയ്ത് എനിക്ക് മനസ്സിലായില്ല എന്ന് പറയുന്ന പോലെ ഉണ്ടാവും. അതൊക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തെടുക്കട്ടോ. ഇതിൻ്റെ ഒരു കഴിവാൻ കൂട്ടിയാൽ മതി. 150 കെൽവിൻ. എത്രയാണ് ആൻസർ വരിക? 150 കെൽവിൻ. ഓക്കെ അല്ലേ? യെസ്. ഇനി നിങ്ങൾ കിട്ടിയ ആൻസർ ശരിയാണോ എന്ന് അറിയാൻ വേറൊരു നേക്കുണ്ട്. ആദ്യത്തെ കെൽവിൻ 300 ആയിരുന്നു. ആ 300 എന്തായി? 170 ആയി. ആ 300 എന്തായി? 170. അതായത് കുറഞ്ഞതല്ലേ? കാര്യം ഓൾറെഡി വോളിയം എന്ത് ചെയ്തു? 400 ലിറ്ററിൽ നിന്ന് 200 ലിറ്ററിലേക്ക് കുറഞ്ഞതാണ്. അപ്പോൾ ടെമ്പറേച്ചർ എന്താകണം? കുറയണം അല്ലേ? അതല്ലേ നമ്മുടെ ചാൾസ് ലോ പറയുന്നത്. അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ വോളിയം ഓഫ് എ ഡെഫിനിറ്റ് മാസ് ഓഫ് എ ഗ്യാസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് ടെമ്പറേച്ചർ ഇൻ കെൽവിൻ സ്കെയിൽ. ഓക്കെ, അടുത്തത് വിച്ച് ഗ്യാസ് ലോ ഇസ് റെലവൻറ്റ് ടു ദിസ്? ഏത് ഗ്യാസ് ലോടാ? ചാൾസ് ലോ. ബോയിലിംഗ് പോയിന്റ് ഓഫ് എ സബ്സ്റ്റാൻസ് ഈസ് 3 ഡിഗ്രി സെൽഷ്യസ് എബോവ് വാട്ട് ടെമ്പറേച്ചർ ഇൻ കെൽവിൻ ഡസ് ദ സബ്സ്റ്റാൻസ് ഒബേ ഗ്യാസസ് ലോ?
ബോയിലിംഗ് പോയിന്റ് ഓഫ് എ സബ്സ്റ്റാൻസ് ഇസ് 3 ഡിഗ്രി സെൽഷ്യസ്. ഒരു സബ്സ്റ്റാൻസിൻ്റെ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് 3 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ ഈ പദാർത്ഥം വാതക നിയമങ്ങൾ അനുസരിക്കുന്നത് എത്ര കെൽവിന് മുകളിലുള്ള താപനിലയായിരിക്കുമെന്നാണ് ചോദിച്ചത്. അപ്പോൾ 3നെ നിങ്ങൾ എന്ത് ചെയ്യുക, 273 കൂട്ടുക. അപ്പോൾ നിങ്ങൾക്ക് കിട്ടും 276 കെൽവിൻ കിട്ടും. സോ 276 കെൽവിൻ്റെ മുകളിലോട്ടാണ് എന്ത് ചെയ്യുക, ഈ വോളിയം കൂടിയാൽ ടെമ്പറേച്ചർ കൂടിയാൽ വോളിയം കൂടുക. ഓക്കെ, 276 കെൽവിൻ. അടുത്തത്, വാട്ട് ഈസ് നമ്പർ ഓഫ് Cl2 മോളിക്യൂൾസ് ഇൻ 710 ഗ്രാം ക്ലോറിൻ ഗ്യാസ്? നിങ്ങൾ വിചാരിക്കണ്ടോ ഇയാൾ എന്താ കുറേ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചെയ്യുന്നത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാനിപ്പോൾ ചെയ്യുന്ന ചോദ്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോളി, ഗ്യാസ് ലോസ് എന്ന് പറയുന്ന ചാപ്റ്റർ നിങ്ങൾക്ക് കത്തിയിട്ടില്ല. 1. 2, ക്രിസ്മസ് പരീക്ഷ കയ്യിൽ നിന്ന് പോകും. 3, പബ്ലിക് എക്സാമിന് വേണ്ടിയിട്ട് നല്ല ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും. ഞാനിപ്പോൾ ചെയ്യുന്ന ചോദ്യങ്ങളൊക്കെ ലെവൽ 3 ടൈപ്പ് ചോദ്യങ്ങളാണ്. ഇത് ഞാൻ ഉണ്ടാക്കിയ ചോദ്യങ്ങളല്ല, ഇത് നമ്മുടെ ഗവൺമെൻറ് ഇറക്കിയ ലെറ്റസാസിലെ ചോദ്യങ്ങളാണ്. അത് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ലെവലൊന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, വാട്ട് ഈസ് ദ നമ്പർ ഓഫ്, ഇനിയിപ്പോൾ വേറൊന്നുണ്ട്, ഞാൻ ചെയ്യുന്ന രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്യണം നിർബന്ധമില്ല. പക്ഷേ എനിക്ക് കിട്ടുന്ന ആൻസറും നിങ്ങൾക്ക് കിട്ടുന്ന ആൻസറും ഒരുപോലെ വരികയാണെങ്കിൽ നിങ്ങൾ ഓക്കെയാണ്. ഇനി എനിക്ക് കിട്ടുന്ന ആൻസറും നിങ്ങൾ കിട്ടുന്ന ആൻസറും രണ്ടാണെങ്കിൽ പ്രിയപ്പെട്ട ചെറുപ്പക്കാര, നീ പഠിച്ച മെത്തേഡ് തെറ്റാണ്. ഒന്നുകിൽ മാത്തമാറ്റിക്കൽ എറർ ആയിരിക്കാം, അല്ലെങ്കിൽ നിൻ്റെ തിയറി അപ്ലൈ ചെയ്തതായിരിക്കാം, അല്ലെങ്കിൽ നീ ഇക്വേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടപ്പോൾ വന്ന പ്രയാസമായിരിക്കാം, അല്ലെങ്കിൽ നീ ചിന്തിച്ചത് മാറിപ്പോയതായിരിക്കാം. എന്തായാലും തെറ്റിയോ? ഓക്കെ, വാട്ട് ഈസ് ദ നമ്പർ ഓഫ് ക്ലോറിൻ മോളിക്യൂൾസ് ഇൻ 710 ഗ്രാം ക്ലോറിൻ ഗ്യാസ്? 710 ഗ്രാമിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ പിന്നെ വാട്ട് ഈസ് ദ നമ്പർ ഓഫ് ക്ലോറിൻ മോളിക്യൂൾസ് ഇൻ 710 ഗ്രാം? അതായത് ഗ്രാമിൽ തന്നു, എന്നിട്ട് എത്ര മോളിക്യൂൾസ് ഉണ്ടെന്നാണ് ചോദിച്ചത്. അപ്പം എന്ത് ചെയ്യുക, 710 ഗ്രാമിനെ ആദ്യം മോളിലേക്ക് മാറ്റുക. ക്ലോറിൻ എന്ന് പറഞ്ഞാൽ 35.5, പക്ഷേ Cl2 എന്ന് പറഞ്ഞാലോ 35.5 + 35.5 = 71. അപ്പോൾ എന്ത് കിട്ടി, 10 മോൾന്ന് കിട്ടി. ഇതല്ല ചോദിച്ചത് എത്ര മോളിക്യൂൾസ് എന്നാ. അപ്പോൾ മോളിക്യൂൾസ് എന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യണം, മോളിനെ എന്തുകൊണ്ട് ഗുണിക്കണം? അവഗാഡ്രോ നമ്പർ 6.022 × 10⁻23 കൊണ്ട് ഗുണിക്കണം. അത്രയും മോളിക്യൂൾസ് ആണുള്ളത്. പക്ഷേ ചോദ്യം അടുത്ത് നോക്കിക്കേ, വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് ഇൻ ദിസ് സാമ്പിൾ? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ മോളിക്യൂൾസ് മാറ്റിയിട്ട് അത് ആറ്റംസ് എന്നാവണമെങ്കിൽ 10 × 6.022 × 10⁻23 കൂടെ എന്തൊരു സംഖ്യ കൂടി ഗുണിക്കണമല്ലോ. എന്താ MS നേരത്തെ പറഞ്ഞത്? അറ്റോമിസിറ്റി, ആറ്റോമികത. അതെങ്ങനെയാണ് നോക്കുക, ഇവിടെ Cl2 അല്ലേ, അപ്പോൾ 2 ക്ലോറിൻ ഉണ്ട്, ആ 2 കൊണ്ട് ഗുണിച്ചാൽ കിട്ടും. 2 × 10 എത്ര? 20. സോ 20 × അവഗാഡ്രോ നമ്പർ ആറ്റംസ്. ഓക്കെ, ശ്രദ്ധിക്കണം കേട്ടോ, മുദ്ര ശ്രദ്ധിക്കണം. മുദ്ര ചോദ്യം മോളിക്യൂൾ ആണോ ആറ്റംസ് ആണോ എന്ന് പ്രത്യേകം നോക്കണം. ഓക്കെ, യെസ്, ഇതാ നോക്കിക്കോ, ഇതാ ഓക്കെ. ഇവിടെ 2 × 10 ഓക്കെ. ആരാ എലിയോ? ഹൗ മെനി ഗ്രാംസ് ഓഫ് ഹൈഡ്രജൻ ഈസ് റിക്വയർഡ് ടു റിയാക്ട് വിത്ത് 700 ഗ്രാം നൈട്രജൻ ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് 700 ഗ്രാം നൈട്രജൻ ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് അമോണിയ? ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഞാൻ ചെയ്യുന്നില്ല, കാര്യം ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് 4 ക്വസ്റ്റ്യൻസ് ഉള്ളത്. നോക്കിക്കോ, ഒരു ക്വസ്റ്റ്യൻ, 2 ക്വസ്റ്റ്യൻ, 2 ക്വസ്റ്റ്യൻ, 3 ക്വസ്റ്റ്യൻ, 4 ക്വസ്റ്റ്യൻ. ഈ 4 ക്വസ്റ്റ്യനോട് കൂടി ആ ചാപ്റ്റർ കഴിഞ്ഞു, ക്ലോസ്ഡ്. ആ 4 ക്വസ്റ്റ്യൻസ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ചു. ഒറ്റ വീഡിയോയിൽ കൂടി നിങ്ങൾക്ക് പഠിക്കാൻ കഴിയില്ല. ആ 4 ക്വസ്റ്റ്യൻസിൻ്റെ പ്രത്യേകത ഉണ്ട്, കുറച്ച് ടൈറ്റുള്ള ക്വസ്റ്റ്യൻസാണ്. ഓക്കെ, അത് നിങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഒന്നുകിൽ നിങ്ങൾ ആപ്പിൽ ജോയിൻ ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ വരാൻ പോകുന്ന എക്സാമിൻ്റെ അടുപ്പിച്ചുള്ള ലൈവുകൾ നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യുക. ഏറ്റവും നന്നായിട്ട് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുക. അത്ര എനിക്ക് പറയാനുള്ളൂ. നമ്മുടെ മെറ്റീരിയൽ ഈ ചോദ്യങ്ങളൊക്കെ ഓൾറെഡി ഉണ്ട്, അതിൻ്റെ സൊല്യൂഷൻസ് ഉണ്ട്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ 4 ചോദ്യങ്ങൾ മാത്രമല്ല, ഇതുപോലുള്ള കട്ടിയുള്ള ചോദ്യങ്ങൾ ഇനിയും MS-ൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ അറിയിക്കുക. സാർ, ഇതുപോലുള്ള ചോദ്യങ്ങൾ ഇനിയും ചെയ്യാമോ, അല്ലെ ഇത്രയും ഈ ചോദ്യങ്ങൾ നിനക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ? നീ കമൻറ്റ് ചെയ്യണേ. ഇപ്പം ഞാൻ ചെയ്ത ലെറ്റസാസിലെ പ്രോബ്ലംസ് നിനക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ? പറ്റുന്നില്ലെങ്കിൽ നിനക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. അതിപ്പോഴേ മാറ്റിയില്ലെങ്കിൽ ക്രിസ്മസ് എക്സാം കയ്യിൽ നിന്ന് പോകും, മോഡൽ എക്സാം കയ്യിൽ നിന്ന് പോകും, പബ്ലിക് എക്സാമിന് 5 4 A+ലേക്ക് ചുരുങ്ങിപ്പോകും. അതായത് IT-ലും കിട്ടും, മലയാളം ഫസ്റ്റിലും മലയാളം സെക്കൻഡിലും കിട്ടും, അറബി മീൻസ് ഫസ്റ്റ് ലാംഗ്വേജും കിട്ടും, സെക്കൻഡ് ലാംഗ്വേജും കിട്ടും, 3 എണ്ണം കിട്ടും, ബാക്കിയൊക്കെ കയ്യിൽ നിന്ന് പോകും. അപ്പോൾ നന്നായിട്ട് മാർക്ക് വാങ്ങണമെങ്കിൽ MS പറയുന്ന കാര്യങ്ങളൊന്നും ഒബേ ചെയ്യുക, അല്ലെങ്കിൽ മാക്സിമം ഹാർഡ് വർക്ക് ചെയ്യാൻ നോക്കുക കേട്ടോ. ഓക്കെ, പിന്നെ
നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ലെറ്റസാസിൽ ചെയ്ത ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ, എൻ്റെ നമ്പറിലേക്ക് ഒന്ന് വാട്സപ്പ് ചെയ്യുക. എൻ്റെ നമ്പർ അവിടെ കൊടുക്കുക, 85 90 70 18 22. ഇതിൻ്റെ പേഴ്സണൽ നമ്പറാണ്. ഈ ചോദ്യങ്ങൾ ചെയ്യാൻ കഴിയാത്തവർ എന്ത് ചെയ്യണമെന്നറിയോ, 80 75 12 50 31. അതായത് ഇപ്പം ഞാൻ ചെയ്ത പ്രോബ്ലംസ് ചെയ്യാൻ കഴിയാത്തവർ, അതായത് ചെയ്തിട്ട് മനസ്സിലാകാത്തവർ അല്ലെങ്കിൽ ചെയ്യാൻ കഴിയാത്തവർ, ലെറ്റസാസിലെ പ്രോബ്ലംസ് ചെയ്യാൻ കഴിയാത്തവർ ഈ നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാം. ഓക്കെ, എനിക്ക് സെപ്പറേറ്റ് ആക്കാൻ വേണ്ടി ഇതിൻ്റെ നമ്പർ തന്നെയാണ്. ഇനി ചെയ്യാൻ കഴിയുന്നവർ, ഇപ്പോൾ ലെറ്റസാസിൽ ഞാൻ ഡിസ്കസ് ചെയ്ത പ്രോബ്ലംസ് ചെയ്യാൻ കഴിഞ്ഞ ആൾക്കാർ ഈ നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാം. ഓക്കെ, ഞാൻ കുറച്ചുകൂടി നല്ല ക്വസ്റ്റ്യൻസ് വേറെയും തരാം കേട്ടോ. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും വീണ്ടും ഈ വീഡിയോയിൽ നിന്ന് വന്ദിക്കും വരേക്കും വണക്കം. ഇന്ന് രാത്രി 7:30 MS സൊല്യൂഷൻസിൻ്റെ ഇതേ ചാനലിൽ ഇലക്ട്രോ കെമിസ്ട്രിയുടെ ഫുൾ ചാപ്റ്റർ റിവിഷനുമായിട്ട് MS വരുന്നുണ്ട്. കാണാൻ മറക്കല്ലേ.